നമസ്കാരം. അമേരിക്കയെ മൊത്തമായും ചില്ലറയായും ഇപ്പോൾ വിൽപ്പനക്ക് വച്ചിരിക്കുകയാണ്. പൗരത്വം കൊടുക്കാനുണ്ട് എന്ന ഒരു പരസ്യം ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ അത്തരത്തിലുള്ള ഒരു പരസ്യം പുറത്തിറക്കിയിരിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് കുറച്ച് ഇന്ത്യക്കാരെ അവർ അനധികൃത കുടിയേറ്റക്കാരാണെന്ന് പറഞ്ഞ് കയ്യിലും കാലിലും ഒക്കെ വിലങ്ങ് വെച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത്. പലരും സ്വന്തം രാജ്യത്തേക്കാൾ വളരെ പ്രധാനപ്പെട്ടത് അമേരിക്കയാണ്, US ആണ്, അവിടുത്തെ പൗരത്വമാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ തന്നെ ട്രംപിന്റെ കാലിലൊക്കെ പിടിച്ച് കിടക്കുകയായിരുന്നു. എന്തായാലും ആ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടത് കയ്യിലും കാലിലും ഒക്കെ വിലങ്ങ് വെച്ചാണ്. വിമാനത്തിൽ പോലും അവർ സ്വതന്ത്രരായിരുന്നില്ല. ഒന്ന് ബാത്റൂമിൽ പോകാൻ കഴിയുമായിരുന്നില്ല. പറയുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഡൊണാൾഡ് ട്രംപ്. മൈ ഫ്രണ്ട് എന്ന് മോദി പറയുമ്പോൾ ചോടെ വല്ല പാത്രവും വെക്കേണ്ടി വരും, അത്ര സ്നേഹമായിരുന്നു. എന്നാൽ ഒരു സ്നേഹവും ട്രംപ് നമ്മുടെ പ്രധാനമന്ത്രിയോട് കാണിച്ചില്ല, ഉറ്റ സുഹൃത്തിനോട് കാണിച്ചില്ല. ഉറ്റ സുഹൃത്തിന്റെ രാജ്യത്തെ ആളുകളാണ് എന്നുള്ള ഒരു പരിഗണനയും കൊടുത്തില്ല. അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ ഇവിടെ നിലനിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ പൗരത്വം വിൽക്കാൻ വെച്ചിരിക്കുന്നത്. 43 കോടി രൂപ വേണം, അതിസമ്പന്നർക്ക് അമേരിക്കയിൽ പൗരനാകാം എന്ന ഒരു പരസ്യമാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇന്ത്യക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കില്ല ട്രംപ് അത്തരത്തിലൊരു പരസ്യം ഇറക്കിയത്. വല്ല അറബികളെയും മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും. സൗദി അറേബ്യ, അതുപോലെ തന്നെ UAE തുടങ്ങിയ രാജ്യത്തെ പ്രമാണിമാർ, ബിസിനസ്സുകാർ, അതിസമ്പന്നർ, ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചായിരിക്കാം. അല്ലാതെ ആര് പോകാനാണ്? ഇന്ത്യയിൽ എന്തായാലും ഇവിടെ ട്രംപിന്റെ നോട്ടത്തിൽ ദരിദ്ര നാരായണന്മാരാണ്. അത്തരത്തിലാണ് ട്രംപ് പലരെയും നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അറബികളുടെ പക്കലാണ് പണമുള്ളത്. അവരെ മുന്നിൽ കണ്ടുകൊണ്ട് അവർക്ക് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടി ആയിരിക്കാം ഇത്തരത്തിലൊരു പരസ്യം ഇറക്കിയത്. എന്നാലും ഇത്തരത്തിലുള്ള പരസ്യവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപിന് വളരെ കൃത്യമായൊരു മറുപടി കൊടുത്തുകൊണ്ട് ഉത്തര കൊറിയ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉത്തര കൊറിയ പുതിയ മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു. ക്രൂയിസ് മിസൈലുകളാണ് പരീക്ഷിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയാണ് പരീക്ഷണം നടത്തിയത് എന്നാണ് കിം ജോങ് ഉൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെയാണ് മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. 130 മിനിറ്റ് സമയമെടുത്ത് 1587 കിലോമീറ്റർ പാതയിലൂടെ സഞ്ചരിച്ച് കൃത്യസ്ഥാനത്ത് ആ മിസൈൽ എത്തി, ലക്ഷ്യത്തിലെത്തി എന്ന ഒരു അവകാശവാദമാണ് ഇപ്പോൾ ഉത്തര കൊറിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇവിടെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രതികരണം കൂടെ നമുക്ക് എടുത്തു പറയേണ്ടി വരികയാണ്. നേരത്തെ കിം ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രതികരണമാണ്. മിടുക്കനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഡൊണാൾഡ് ട്രംപ് ഇവിടെ കിം ജോങ് ഉന്നുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. എന്തായാലും അമേരിക്കയെ വിരട്ടുന്ന രീതിയിലുള്ള ഒരു നീക്കം തന്നെയാണ് ഇവിടെ കിം ജോങ് ഉൻ നടത്തിയിരിക്കുന്നത്. അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. പൗരത്വം വിൽക്കാൻ വെച്ച സമയത്ത് കൂടുതൽ ആളുകളെ അമേരിക്കയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള ചില പരസ്യങ്ങൾ ഇറക്കി അത്തരത്തിലുള്ള പരസ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സമയത്ത് കിം ജോങ് ഉന്ന് തന്നെ കൃത്യസമയത്ത് അമേരിക്കക്ക് ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. അമേരിക്കയെ വിരട്ടുന്ന രീതിയിലുള്ള ഒരു മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അവർ പുറത്തിറക്കിയ സമയത്ത് ഇന്ത്യയിലെ ഭരണാധികാരികളോ അല്ലെങ്കിൽ ഇവിടുത്തെ ചില മഞ്ഞ ചാനലുകളുണ്ട്, അവരോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണവും നടത്താത്ത സാഹചര്യത്തിൽ ഉത്തര കൊറിയയെങ്കിലും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയല്ലോ. കിം ജോങ് ഉന്നിന് എല്ലാവിധ നന്മകളും ഞാൻ നേരുകയാണ്.